സ്കൂൾ ടെസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ മത്സരിക്കാൻ റെഡി ആയിട്ട് കുറച്ച് മത്സരാർത്ഥികൾ നിൽപ്പുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ബീന ബാലചന്ദ്രൻ. എവിടെ സ്ഥലം? കോങ്ങുമൂട്. വർക്ക് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നില്ല, ഇപ്പൊ ചെയ്യുന്നില്ല. ഞാൻ ഡോക്ടർ ജ്യോതി. ഞാൻ പബ്ലിക് ഹെൽത്ത് ലാബിലായിരുന്നു, സയന്റിഫിക് ഓഫീസർ. നല്ലൊരു ഫേസ് പരിചയമുണ്ട് എനിക്ക്, ഇവിടെ കണ്ട ഒരു ഓർമ്മ. പിന്നെ താമസിക്കുന്ന മുടവുന്നു. ഓക്കെ. ഞാൻ രാജേശ്വരി, ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ പൂജപ്പുര മുടവമോളിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ഗീത, ഉള്ളൂർ താമസിക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് സ്റ്റോർ സൂപ്രണ്ടൻ്റായിട്ട് റിട്ടയർ ചെയ്തു. എന്തായിരുന്നു ജോബ്? കാർഷിക കോളേജ്. ഓക്കെ. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ടു. എല്ലാവരും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്നതും റിട്ടയർ ആയ ആൾക്കാരും ഒക്കെയാണ്. അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ നോക്കുക. മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയാതിരിക്കരുത്. ലാസ്റ്റ് ഇത് ഞാൻ പറയാതിരുന്നോ, അവർ പറഞ്ഞല്ലോ എങ്കിൽ എനിക്കത് പറയാനുള്ളതായിരുന്നു എന്നുള്ള ഒരു ചിന്തയൊന്നും വേണ്ട. എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയുക, ഞാൻ മാത്രമേ കേൾക്കത്തുള്ളൂ. എഡിറ്റ് ചെയ്തിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ എന്ന് പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി. ക്വസ്റ്റ്യൻ: പ്രായപൂർത്തിയായ ആൺകുട്ടികളും പെൺകുട്ടികളും ആരും കാണാതെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ചിരിക്കരുത്. പോസിറ്റീവായിട്ട് എടുക്കും. യൂട്യൂബ് കാണോ? അല്ല. ക്ലൂ ഉണ്ടോ? ക്ലൂ തന്ന ആൻസർ ആയി പോവും. ഫോൺ ചെയ്യുന്നതല്ല. പ്രായപൂർത്തിയാകാത്തവർക്കും ചെയ്യാമല്ലോ, ഫോൺ ചെയ്യാം. വോട്ട് കറക്റ്റ് ആൻസറാണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. ആരും അങ്ങനെ പറയാത്ത ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആണുങ്ങൾ ഇടത്തെ കയ്യിലും പെണ്ണുങ്ങൾ വലത്തെ കയ്യിലും വാച്ച് കിട്ടുന്നത് എന്തിനാണ്? സമയം നോക്കാൻ. അല്ലാതെ പിന്നെ എല്ലാവരും ഞായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും ചെറിയ പാലം ഏതാണ്? ഏറ്റവും ചെറിയ പാലം നമുക്കൊക്കെ ഉണ്ട്. ഈ പാലം നമുക്കുള്ള പാലം മൂക്കിലെ പാലം. 2 ക്വസ്റ്റ്യന്റെ ആൻസറായി. അതാണ് ഞാൻ പറഞ്ഞ, മനസ്സിൽ വരുമ്പോ പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ വിഷമം തോന്നും. ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യം അത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ പക്കലുള്ള ഒരു കാര്യം അത് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ളവർക്കും ലഭിക്കും, എന്നാൽ നമുക്കുള്ളത് ഒട്ടും കുറയത്തുമില്ല. എന്താണ്? അറിവ്. വിദ്യ ഇവിടെ ആദ്യം പറഞ്ഞായിരുന്നു. അപ്പൊ വിദ്യ അറിവും എല്ലാം ഒന്ന് തന്നെയാണ്. വിദ്യക്കാണ് പോയിന്റ് കൊടുക്കുന്നത്. വിദ്യ. ഇവിടെ 2 പോയിന്റ് അല്ലേ? ഓരോന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8ാമത്തെ ക്വസ്റ്റ്യൻ: അമ്മയെ കുത്തി മകൻ മരിച്ചു. തീപ്പെട്ടി. അപ്പോൾ 2 കൂട്ടുകാരികൾ അടുത്തടുത്ത് നിന്നുകൊണ്ട് ഭയങ്കര ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കലണ്ടറിൽ കാണപ്പെടുന്ന ഒരു അസുഖമുണ്ട്. ഏതാണ് അസുഖം? കലണ്ടറിൽ ഒരു അസുഖം കാണും. ഏതാണ് കാണപ്പെടുന്ന അസുഖം? ഒരു ഇംഗ്ലീഷ് വാക്കാണ്, ഒരു ഇംഗ്ലീഷ് വേർഡാ. കലണ്ടറിൽ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ നമ്മൾ ഇന്ന് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു നോക്കിയാൽ ഒരു അസുഖത്തിന്റെ പേര് കിട്ടും. വീക്കല്ല. വീക്ക് അങ്ങനെയൊക്കെ. മന്ത്. ഞാൻ നോക്കിയപ്പോഴേ ഒരാൾ വീക്ക്, മന്ത്. ഞാൻ അടുത്തത് പറയാൻ പോകണം. അപ്പോഴത്തേക്ക് പറഞ്ഞു മന്ത്. അപ്പോൾ ഇവിടെ 3 ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പരീക്ഷ എഴുതിയ കുട്ടിയെ വിഷമത്തിലാക്കിയ ഒരു പൂവ് ഏതാണ്? കുട്ടി പരീക്ഷ എഴുതി വിഷമത്തിലാക്കിയ ഒരു പൂവിന്റെ പേര് പറയാമോ? പരീക്ഷ എഴുതിയ കുട്ടിയെ വിഷമത്തിലാക്കിയ പൂവ്. ഇംപ്രൂവ് അല്ല. അങ്ങനെ ഒരു പൂവില്ലല്ലോ. പക്ഷെ അതുവരെയൊക്കെ കടന്ന് ചിന്തിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ ആൻസർ എങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇംപ്രൂവ്. അതേത് പൂവ്? വീട്ടിലൊക്കെ ഉണ്ട് ഈ പൂവ്. വിളക്കിൽ വെക്കാനും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകും. തെറ്റിപ്പൂ.
കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഒക്കെ ആയപ്പോൾ ഉണർന്നു വരികയാണ്. ഞങ്ങള് ചെത്തിപ്പോന്നാ പറയുന്നത്, തെറ്റി ചെത്തി എന്നാണ് പറയുന്നത്. ചെത്തി എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയെങ്കിലും ഒരാൾ കിട്ടിയല്ലോ. തെറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? കരഞ്ഞുകൊണ്ട് പണിയെടുക്കും. നമ്മൾ ലൈറ്റ് ഇല്ലാത്തപ്പോഴൊക്കെ ഇത് ഉപയോഗിക്കും. ബെല്ല്, മറ്റേ ഇൻവെർട്ടർ അല്ല, കോളിംഗ് ബെല്ല്, അല്ല, മിക്സി അല്ല. കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ്? കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ഫാനല്ല. നമ്മൾ കറണ്ട് ഇല്ലാത്തപ്പോ ഈ ഒരു സാധനമൊക്കെ ഉപയോഗിക്കും. ഇപ്പാണ് ഇൻവെർട്ടറൊക്കെ വന്നത്. പണ്ട് കാലത്ത് എന്താ ഉപയോഗിക്കുന്നത്? കൊതുക്. കറണ്ട് ഇല്ലാത്തപ്പോഴാ എപ്പോഴും ഉണ്ടാവും. അല്ല അല്ല, കരഞ്ഞുകൊണ്ട് പണിയെടുക്കും. വിസറി വിസറി കരയത്തില്ല. പറയുന്ന പേര് വീണ്ടും അവർ രണ്ടുപേരും 3 പോയിന്റ് നേടി ഇങ്ങനെ നിൽക്കുകയാണ്. ക്വസ്റ്റ്യൻസ് ലിമിറ്റഡ് ആണ്. ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. 2 കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റൂ. എന്താണ് സംഭവം? 2 കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റൂ. ക്ലൂ ഞാൻ പിന്നീട് തരാം. ആദ്യം ആൻസർ പറയും. മൂക്കുണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റും. 2 കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലും ഇരിക്കാൻ പറ്റും. ഇവിടെ ഒരാൾക്കതുണ്ട്. പരസ്പരം നോക്കിയാൽ മനസ്സിലാവും. മൂക്കുത്തിയോ? ഇവിടെ ഒരാൾക്കേ അതുള്ളൂ, പക്ഷെ പരസ്പരം നോക്കിയാൽ മനസ്സിലാവും. മൂക്കുത്തിയല്ല. മൂക്കുത്തി ഇവിടെ ആർക്കുള്ള? അല്ല, 2-3 പേർക്കുണ്ട്. അതല്ല, 2 കാലുണ്ടെങ്കിലും മൂക്കുണ്ടെങ്കിലേ ഇരിക്കാൻ പറ്റൂ. പക്ഷെ ഇവിടെ ഒരാൾക്കതുണ്ട്, ഒരാൾക്കേ അതുള്ളൂ. പരസ്പരം നോക്കിയാൽ മനസ്സിലാവും. കണ്ണാടി. ഇപ്പഴാണ് നോക്കിയത്. ഇവിടെ 4 ക്വസ്റ്റ്യൻ വച്ചിരിക്കുന്ന ആളിന് മാത്രമേ ആൻസർ പറയാൻ പറ്റിയില്ല. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജി ഓടിച്ച കാർ ഏതാണ്? ഗാന്ധിജി ഓടിച്ച കാർ. ഗാന്ധിജി ഒരു കാർ ഓടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന്. അതേത് കാറ്? കുസൃതി ചോദ്യമാണ്. അപ്പൊ ആ ലെവലിൽ നിന്ന് ചിന്തിക്കണം. സർക്കാരല്ല, ഗാന്ധിജി ഓടിച്ച കാർ ബ്രിട്ടീഷുകാർ. സർക്കാരിനെ ഓട്ടിച്ചു. ലാസ്റ്റ് ബ്രിട്ടീഷുകാർ. അപ്പോൾ 4 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകി. ഇവിടെ 5 ക്വസ്റ്റ്യൻ ആയില്ലേ? അപ്പോൾ 5 ക്വസ്റ്റ്യൻ. എന്തായിരുന്നു പേര്? ജ്യോതി. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാമിന്റെ വിജയി ജ്യോതി ആന്റിയാണ്. 10ൽ 5 ക്വസ്റ്റ്യന്റെ ആൻസർ നൽകിയിട്ടുണ്ട്. അപ്പോൾ ജ്യോതി ആന്റിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം. ഇന്നത്തെ ഇഞ്ചോടിഞ്ഞ് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ബൈ ബൈ. എന്തെങ്കിലും പറയാനുണ്ടോ? വളരെ രസമായിരുന്നു. കാരണം വയസ്സായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം മറന്നുപോയിരുന്നു. തോന്നലിപ്പാണ്. നിങ്ങളുടെ ഉള്ളിൽ കഴിവുകളുണ്ട്. ഇനി എല്ലാം മറന്നില്ല എന്നുള്ള. താങ്ക് യു.